ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. എനിക്ക് ഇന്നലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓൾറെഡി ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ എൻ്റെ സെക്ഷൻ ഡ്രെയിന് ഓൾറെഡി എനിക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. സെക്ഷൻ ഡ്രെയിന് എന്നാ പറയുക, പിന്നെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രസ്റ്റിലിങ്ങനെ ഒരു എന്നാ പറയുക, ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൂടെ കൂടി ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ സർജനെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി തൊട്ട് തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിച്ച് 10 മണിയാകുമ്പോഴത്തേക്ക് സർജൻ വരുന്നു പറഞ്ഞപ്പോൾ സ്കൈയിലേക്ക് പോവുകയാണ്. എനിക്ക് സ്കൈ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. തീരെ വയ്യാണ്ടാണ്, നല്ല പെയിനാണ്, ശരിക്കും നല്ല പെയിനാണ് ഉള്ളത്. അങ്ങനെയാണുള്ളത്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷമൊക്കെ പറയാം. പൊന്നൂസുണ്ട്, ചേട്ടായി ഉണ്ട്, ആങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സങ്കടം പോലെയാണ്. പക്ഷെ ഞാനങ്ങനെ ഞാൻ ഓൾറെഡി ഞാൻ വിചാരിച്ചു, പക്ഷെ കുറച്ച് സെക്ഷൻ ഡയറി കൂടെ വരുമായിരിക്കാം, പിന്നെ കുറച്ച് ബ്ലോക്ക് ആയിരിക്കാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട് ഓൾറെഡി. ചിലപ്പോൾ എന്തെങ്കിലും ബ്ലഡ് കട്ട കിട്ടിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ പോവുകയാണ്. ഇടക്ക മുഖം കാണുമ്പോൾ എനിക്ക് എത്തി സങ്കടമാണ്. ഞാൻ ഓൾറെഡി ഹാപ്പി തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ഒട്ടും ഒരു വയ്യാണ്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് തൊട്ട് തന്നെ എനിക്ക് എന്നാ പറയുക, ഒരു ബ്രസ്റ്റിലേക്കുള്ള എനിക്ക് ആദ്യം ബ്രസ്റ്റിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ബ്രസ്റ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സൂച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നമ്മുടെ കഷത്തിലുള്ള ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബ്രസ്റ്റിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് ചെറുതായിട്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു ബ്ലഡ് പനച്ച് വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇന്നലെ നല്ല മഴയൊക്കെ ഇവിടെയായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ ഓടിപ്പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഓൾറെഡി സർജൻ ഒന്നും ഉണ്ടാവുമോ എന്ന് അറിയില്ല. നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകണമല്ലോ. പിന്നെ ഞങ്ങൾ MBR കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും MBR ആയിട്ട് നമുക്ക് ഒത്തിരി ഒരു ദൂരം മാറ്റമുണ്ട്. അപ്പൊ അങ്ങനെ പോകണ്ടെന്നൊക്കെ വിചാരിച്ച് രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് തോന്നി. ഒത്തിരി ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റിൽ കൂടെ കുറേ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ട ഒരു നൈറ്റിയൊക്കെ ഫുള്ള് തന്നെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4:30-5 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഉറക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു വേദന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലഡ് വന്നതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അവിടെ ഒരു ഇറിറ്റേഷനോ എന്തുവോ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു വിങ്ങല് പോലത്തെ ഒരു വേദനയോ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഓൾറെഡി സർജൻ 10 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇരിട്ടി സ്കൈ ഹോസ്പിറ്റലിൽ രാവിലെ പോയി. ഞാനുണ്ടായിരുന്നു, പപ്പയുണ്ടായിരുന്നു, പിന്നെ ആങ്ങളെ ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരോടും കൂടി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഹസ്ബൻഡിന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പുള്ളിക്കാരന് തിരിച്ചു വരേണ്ട ഒരു കേസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടെ ചെന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ബ്ലോക്കായി പോയി, എല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. സ്കൈയിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. സർജൻ അന്നേരം തന്നെ എന്നെ ഓൾറെഡി OT-യിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പിന്നെ റിമൂവ് ചെയ്തു. പക്ഷേങ്കിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബ്ലോക്കെല്ലാം അവർ റിമൂവ് ചെയ്തു. കുറച്ച് ടൈമൊക്കെ അവർ നോക്കിയെങ്കിലും പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ ബ്ലോക്ക് ആകുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പം നാളെ തന്നെ ഒന്നുകൂടെ വന്ന് കാണിക്കണം, അല്ലെ 2 മണിക്കൂർ അവിടെ ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ബ്രസ്റ്റൊക്കെ ഫുള്ള് അവർ ഒട്ടിച്ചൊക്കെ വെച്ചേക്കുവാണ്. ഫുള്ള് എല്ലാം പ്ലാസ്റ്ററൊക്കെ ഇട്ട് എല്ലാം കവർ ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്ക് നല്ല പെയിൻ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ തന്നെ ഇട്ട് ഞാൻ വന്നിട്ട് എനിക്ക് ഇപ്പം രണ്ടാമത് പിന്നെ ഒരു പ്രശ്നം വന്നു. അവിടെ രണ്ടാമത് സ്യൂച്ചർ ഇട്ടു. 3-ാമത്തെ സ്യൂച്ചറാണ് ഇന്ന് നടന്നത്. ഇനിയിപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ നാളെ ഒന്നും കൂടെ സ്യൂച്ചർ ഇടേണ്ടി വരുമോ ഒന്നും എനിക്കറിയില്ല. കാരണം അതൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത കൊണ്ടാണോ, അല്ലെ നമ്മൾ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ഇത് വന്നത്, അല്ലെ ഹോസ്പിറ്റലിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നുമല്ല, ചിലർക്ക് അങ്ങനെ ഒത്തിരി ആൾക്കാരിൽ ചിലർക്ക് മാത്രം വരുന്നൊരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് തന്നെയാണ് വന്ന് ഭവിച്ചേക്കുന്നത്. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
നല്ല വേദനയാണ്. ഇവിടെ വന്ന് എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഓൾറെഡി അവിടെ തന്നെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പോയി. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മീൻ മേടിച്ചു, പിന്നെ ബീഫ് മേടിച്ചു. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. 2 സ്പൂൺ ചോറൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ മമ്മി ശരിക്കും മീനും മാങ്ങയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് കഴിക്കാൻ നോക്കി, മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലത്തെ ക്ഷീണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്ന് കവർ ചെയ്ത് ഞാൻ പിടിക്കും. അതത്രയേ ഉള്ളൂ. വേദനകളൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഓൾറെഡി 27-ന് പോകണം, 27-ന് MVR പോകണം. പക്ഷെ 27 വരെ എങ്ങനെയാലും പിടിച്ചു നിൽക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം മോനും കൂടെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മോനിപ്പം വരണമെങ്കിൽ 26-നോ 25-നോ മോൻ ഇവിടെ നാട്ടിലെത്തത്തുള്ളൂ. അവനൂടെ വന്നിട്ട് പോകാമെന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. കാരണം ഓൾറെഡി നമുക്ക് തന്നേക്കുന്ന ഡേറ്റ് അന്നേരമാണ്. അപ്പം ഞാൻ തന്നെ ചിന്തിക്കുവാണ് ഈ സെക്ഷൻ ട്രെയിനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തിട്ടും ഇതൊക്കെ മാറിയിട്ട് ഓൾറെഡി നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ടാക്കണം, റേഡിയേഷൻ സ്റ്റാർട്ടാക്കണം, ഇതെല്ലാം കിടക്കുക നമ്മുടെ മുമ്പിൽ. പക്ഷേ ഇത് നമ്മുടെ ഈ സംഭവം വരെ നമുക്ക് കവറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതൊക്കെ കവറാകും. ഞാൻ ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു സമാന അവസ്ഥയിലുള്ള ഒത്തിരി ആൾക്കാർ എന്നെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് അവരൊക്കെ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. അവർ പറയണത് എനിക്ക് ഒത്തിരി 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 സന്തോഷം വന്നു. അവർ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ ഇരിട്ടി ഫാമിലി എന്നുള്ളൊരു സൗണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ മുഴങ്ങുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് അതാണ് എനിക്ക് ഇട്ട് തരുന്നത്. കാരണം മോട്ടിവേഷൻ. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി കേട്ടോ. അപ്പം എൻ്റെ വേദനകളൊക്കെ ഞാനൊന്ന് മറന്നുപോയി. അപ്പം ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് മാത്രമാണ്, പ്രാർത്ഥനയല്ലേ നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ വിചാരിക്കാത്തടത്ത്, നമ്മൾ 0-യിൽ നിൽക്കുന്നിടത്ത് തമ്പുരാൻ നമ്മളെ തോൽപ്പിച്ചാലേ നമ്മൾ തോക്കുള്ളൂ. കാരണം 0 എന്നിടത്ത് 0-യിൽ ഇപ്പുറത്തേക്ക് 1-2 കൂട്ടാൻ ദൈവത്തിനെ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. നാളെ എനിക്കറിയില്ല, ഇപ്പം രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഓൾറെഡി ഇപ്പം പറഞ്ഞാലും സെക്ഷൻ ഡ്രെയിനിൽ എനിക്ക് ഓൾറെഡി അവിടെ അത്ര കറക്റ്റായിട്ടൊന്നും വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ഇനിയിപ്പം വിഷമം ഉണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും വന്നാൽ മതി, വിളിച്ചാൽ മതി എന്നാണ് ഇരിട്ടിലെ സർജൻ പറഞ്ഞേക്കുന്നത്. എപ്പോൾ വേണേലും വിളിച്ചോ, ഹോസ്പിറ്റലിൽ പോരെ, കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ഒരു ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്നാ വന്നാലും നമ്മളങ്ങനെ ടെൻഷൻ വരും എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വന്നതിൻ്റെ ബാക്കി അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിട്ടൊക്കെ ഞാൻ ഇരിക്കുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.